ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ദിയക്കുട്ടിക്ക് നമ്മൾ ഒരു അസൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് ഒട്ടിക്കാൻ കുറേ പടങ്ങൾ വേണം. അപ്പം അത് കഫേയിൽ പോയി എനിക്ക് എടുത്താലേ പറ്റുള്ളൂ, എന്നാലേ അവളെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റൂ. നല്ല ജലദോഷം ഉണ്ടായിട്ടാ, ഇന്നലെ 2 ദിവസമായിട്ട് ജലദോഷം പിടിച്ചിരിക്കുക. നല്ല തൊണ്ടവേദനയുണ്ട്. മരുന്ന് കഴിച്ചു കുറയാ അറിഞ്ഞൂടാ. എല്ലാവരും കാപ്പി കുടിച്ചാ? ഞാൻ കാപ്പി കുടിക്കാൻ പോണേ ഉള്ളൂ, അതിൻ്റെ കൂടെ തിരക്കിലാണ്. കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ കൂടെയാണ് വീഡിയോയും കൂടെ പതുക്കെ വിചാരിച്ചത്. കാണിച്ചു തരാം. എല്ലാവരും കഴിഞ്ഞ് അന്ന് അച്ഛൻ തിരി കത്തിക്കാൻ പോകണം. ഇവിടുത്തെ പതിവ് തെറ്റിക്കാറില്ല. എന്നും കുളി കഴിഞ്ഞ് വന്ന് തിരി കത്തിക്കും. അത് ഇവിടുത്തെ എന്നത്തെയും പതിവ് സ്റ്റൈലാണ്. സ്റ്റൈലില്ല, നമ്മുടെ ഒരു രീതിയാണ്. ഓക്കെ, ദിയക്കുട്ടിക്ക് അവധിയാണ്ട് നല്ല ഉറക്കത്തിലാണ്. ഞാൻ അതിൻ്റെ കൂടെ ദോശയും കൂടെ ചുട്ട് നിൽക്കുകയാണ് കേട്ടോ. കറി മുട്ടക്കറിയാണേ. മുട്ട വെള്ളത്തിൽ കിടക്കണേ ഉള്ളൂ. ദോശ ഏകദേശം ആയി കഴിഞ്ഞു. നമുക്ക് ഇനി 3-4 പേർക്കും കൂടെ മതി. ദോശയും കൂടെ വേണം. കറി ഇതിലായിട്ടുണ്ട്. ഇനി മുട്ടയും കൂടെ പൊളിച്ച് അതിനകത്ത് ഇട്ടാൽ മതി. മുട്ടയും 3-4 ദോശ ആയിട്ടുള്ളൂ. ഈ കുട്ടി കണ്ടില്ല, അവള് താമസിച്ച് ഇന്ന് പോണ്ടാത്തോണ്ടേ താമസിച്ചാണ് എണീക്കണം. ഓക്കെ, അപ്പം ഞാൻ ദോശ ചുട്ടോണ്ട് നിന്നാണ് നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. എനിക്ക് ദോശ കഴിക്കാൻ വേണം, അച്ഛൻ്റെ കൂടെ വേണം എനിക്ക് പോകാനൊക്കെ. അമ്മ എന്തെങ്കിലും പറയണ്ട. രാവിലെ മീനൊക്കെ റെഡിയാക്കുകയാണ്. ചൂര മീനാണ്. ചൂര ഗ്യാസ് കയറാൻ നല്ലതാണ്. ചോറ് അരി അടുത്ത് കിടക്കുന്നുണ്ട്, ചോറ് വേവാറായി. ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ നീക്കുന്നു. അതിനിടയ്ക്ക് എനിക്ക് ജംഗ്ഷനിലും പോകണം. ദോശ തിന്നണം. ഒരു പാത്രം എനിക്കൂടെ തന്നോ. വയ്യ, ഇല്ലായിരുന്നെങ്കിൽ 3 ദോശയെങ്കിലും തിന്നായിരുന്നു. അപ്പോൾ ഒന്നെങ്കിലും തിന്നാൻ പറ്റുമെന്തോ അറിഞ്ഞൂടാ, നോക്കാം. ആദ്യം ഒരെണ്ണം എടുത്തോളൂ. അച്ഛനെ തരൂ. അച്ഛന് എടുത്തോമ്മ. അച്ഛനുള്ള ദോശ അമ്മ എടുക്കാണ്. അച്ഛന് പതിവ് 4 ദോശയാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? നിങ്ങളെല്ലാവരും കഴിച്ചോ? എന്താണ് നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സൊന്നും നമുക്ക് കൂടിയിട്ടില്ല. ആരും എന്നെ ആദ്യത്തെ പോലെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നു. ചെറിയൊരു വിഷമമുണ്ട്. നിങ്ങൾ പരിഹരിച്ച് തരണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. അപ്പോൾ എനിക്ക് ദിയക്കുട്ടിക്ക് കാണിച്ച് നല്ല ജലദോഷം ഉണ്ടായിട്ട് അതുകൊണ്ടാണ് ഒട്ടും സംസാരിക്കാൻ വയ്യാത്തത്. പിന്നെ ഇന്നലെ മറ്റേ CJ റോയൊക്കെ അന്തരിച്ചത് നിങ്ങൾ അറിഞ്ഞല്ലേ? മരിച്ചതാണ്, സ്വയം വെടിവെച്ച് മരിച്ചതാണ്. അറിഞ്ഞല്ലേ എല്ലാ വിശേഷങ്ങളൊക്കെ? ഇവിടെ എന്നും ന്യൂസൊക്കെ ഇടുന്നതുകൊണ്ട് ആ വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട്. ദിയക്കുട്ടി എനിച്ചില്ല കേട്ടോ, കാണിച്ചു തരാൻ. ഞാൻ മൂടി പോയിച്ച് കിടപ്പം. നിദ്ര. എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ പതുക്കെ പോകാൻ തുടങ്ങി. ഞാൻ കഴിക്കാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചേ. അമ്മ അച്ഛന് ചായ. വേറൊന്നും ഞാൻ എടുക്കുന്നില്ല. എൻ്റെ ഉമ്പിടി പേഴ്സാണ്, ചെറിയൊരു പേഴ്സാണ്. പിന്നെ ഇതിനകത്ത് പൈസ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ ദിയക്കുട്ടിക്ക് വേണ്ട ഇതില്ലേ, ഫോട്ടോസ് പിക്ചേഴ്സ് എടുക്കേണ്ട സംഭവങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, മറക്കാതിരിക്കാനേ. അവിടെ പോയിട്ട് ഇനി തപ്പി തടയണ്ടല്ലോ. അതെടുത്താലേ അസൈൻമെൻറ്റിൽ, ഞാൻ പറഞ്ഞില്ലേ അസൈൻമെൻറ്റിൽ ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഫേയിൽ പോയിട്ട് എടുക്കണം. അവിടെ തിരക്കില്ലെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് വരാം. നല്ല വെയിലുണ്ട്. ജലദോഷം കൂടാതിരുന്നാൽ മതിയായിരുന്നു. അപ്പം നമ്മുടെ കാപ്പിയാണല്ലേ, അത് അച്ഛൻ കുടിച്ചു തുടങ്ങി. ഞാൻ കുടിക്കാൻ പോണേ ഉള്ളൂ. അച്ഛൻ്റെ കൂടെ പോകാനുള്ളതാണ്. നമ്മുടെ ഫ്രണ്ട്സിനൊന്ന് കൈയെടുത്താണെങ്കിൽ കണ്ടോ, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്.
കൈ നല്ല ഷിവറിങ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്, അതുകൊണ്ടാണ് ഷേക്കാവുന്നത്. ഒന്നും തോന്നരുതേ. അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. ദോശയും മുട്ടക്കറി. വേഗം തട്ടിയിട്ട് എനിക്ക് അച്ഛൻ്റെ കൂടെ പോകണം, അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് ഓട്ടം എടുക്കേണ്ടി വരും. ഓക്കെ, നല്ല ചൂട് ദോശ. അപ്പം നല്ല സോഫ്റ്റ് കണ്ടോ. എമ്മി. നിങ്ങളെല്ലാരും കഴിച്ചാണല്ലോ അല്ലേ? കൊള്ളാം. ഞാൻ തന്നെയാണ് ഉള്ളിക്കറി വെച്ചത്, ചുമ്മാ അറിയണല്ലേ ഏട്ടാ, എത്തുന്നതിനാണ് ഞാൻ ഉള്ളിക്കറി വെക്കും. നിങ്ങളവിടെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അത്ര വലിയ യൂട്യൂബ് ചാനലൊന്നും അല്ല എൻ്റെത്, തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ തുടങ്ങിയപ്പോൾ നല്ല സബ്സ്ക്രൈബർ വന്നു, കുറച്ച് പേരായിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ പേജ് കയറി നോക്കിയാൽ അറിയാം. നല്ല നല്ല വീഡിയോസ് ഇട്ടാലല്ലേ കയറുള്ളൂ അല്ലേ, എനിക്കറിയാം. എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഞാൻ ഇറങ്ങുന്നു അച്ഛൻ്റെ കൂടെ. അച്ഛൻ പോകുമ്പോൾ പോയാലേ നടക്കുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ കുട്ടി ബാഗ്, അതൊക്കെ എടുത്തിട്ട് ഞാൻ പോയി തരാം. അമ്മ ചേട്ടാ ഈ കുട്ടിയായി പോയിട്ട് വരാം, ബാഗ് എണിക്കണം കേട്ടാ. അപ്പം ശരി, ഞാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് കാണാം. നമ്മുടെ അച്ഛൻ ബൈക്ക് എടുക്കുകയാണ്, ബൈക്കിൻ്റെ ബാക്കിൽ എനിക്ക് കയറണം. ചേട്ടാ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒരു ചേച്ചിയുടെ കടയിലാണ്. ചേച്ചിക്ക് ഇതിലോട്ട് പോകാൻ കാണിക്കാൻ താല്പര്യമില്ലാത്ത, അതുകൊണ്ട് നമുക്കിത് സംഭവം എടുത്തിട്ട് നമുക്ക് സ്ഥലം കാലിയാകാം. ഓക്കെ, അപ്പം നമുക്ക് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ചേച്ചി എടുത്തു തന്നിട്ടുണ്ട്. ഇതിനി വീട്ടിൽ കൊണ്ടുപോവുക, ഒട്ടിക്കുക, അവളെ കൊണ്ട് എഴുതിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ചേട്ടാ ബൈ ബൈ, സീ യു. വേറെ വിശേഷം കൂടെ ഉണ്ട്, അത് പിന്നെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീട്ടിലെത്തി. അമ്മയ്ക്കും കുറച്ച് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങാണ്ടായിരുന്നു, തേങ്ങ, ഉഴുന്ന്, അങ്ങനത്തെ സംഭവങ്ങൾ. അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ദിയക്കുട്ടിക്ക് അസൈൻമെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പം നമ്മൾ വീട്ടിലെത്തിയുള്ളൂ. ദിയക്കുട്ടി ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ നമുക്കിനി കാണാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ വീടെത്തി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ദിയക്കുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക, കമൻസ് ഇടണം. അപ്പോൾ എന്നെ കൂടെ നിങ്ങളെല്ലാവരും മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം. ഓക്കെ, അപ്പോൾ പിന്നീട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.